ഡോക്ടറെ, കഴിഞ്ഞ ദിവസം ബീഫ് കഴിച്ചിട്ട് ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയത് ഓർമ്മയുണ്ടോ? അതൊരു നോർമൽ അലർജി ആണോ? അത്തരത്തിലുള്ള പേഷ്യന്റിനെ ഐസിയിൽ കയറ്റേണ്ട ആവശ്യകതയുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. അതൊരു അലർജി അല്ല. അനാഫിലാക്സിസ് എന്ന് പറയുന്ന ഒരു സീരിയസ് കണ്ടീഷനാണ്. ചില ഭക്ഷണങ്ങളോടോ മരുന്നുകളോടോ നമ്മുടെ ശരീരം പെട്ടെന്ന് പ്രതികരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഒരേ സമയം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെയും രക്തസമ്മർദ്ദത്തെയും ബാധിക്കും. അതുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തൊണ്ട വിയർത്ത് ശ്വാസമുട്ടൽ വരുവാനും BP പെട്ടെന്ന് താഴ്ന്നു പോകാനും സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഇത് ജീവന് തന്നെ അപകടമായേക്കാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പേഷ്യന്റിനെ നമുക്ക് ICUവിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വീടുകളിൽ സംഭവിച്ച ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. നമ്മൾ ഹോം റെമഡീസ് മാതിരി വീടുകളിൽ വെച്ച് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് വലിയ പ്രാധാന്യം. പലപ്പോഴും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ശ്വാസം കിട്ടാതെ പലരും പല വഴികളിൽ വെച്ച് മരണപ്പെടുന്ന ആൾക്കാരും ഒത്തിരി നമ്മൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മെഡിക്കൽ എമർജൻസി ആയി തന്നെ കണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ അടുത്ത് ഹോസ്പിറ്റലുകൾ ഇല്ല എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ഫുഡ് അലർജീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ കയ്യിൽ സ്വന്തമായി എപ്പിപെൻ കരുതുന്നുണ്ടാവാം. ഏകദേശം എല്ലാവരുടെയും കയ്യിൽ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ മാതിരി എപ്പിപെൻ ഉണ്ടാവും. അത് എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പഠിപ്പിച്ചു വെക്കുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദൂരെ യാത്രകളിൽ പോകുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകുമ്പോഴോ ഉള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ആ ഇഞ്ചക്ഷൻ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്.